ഒച്ചിഴയും വേഗത്തിൽ വളരെ പതിയെ മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു പ്രയോഗമാണത്. പതുപതുത്ത സദാസമയവും നനഞ്ഞിരിക്കുന്ന ശരീരവും കൊണ്ട് ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന ഒച്ചുകൾ. ഇവർ പോകുന്ന വഴിയിലെല്ലാം ഇവരുടെ ദേഹത്ത് നിന്ന് ഊറി വീഴുന്ന പശിമയുള്ള ദ്രാവകത്തിന്റെ വളഞ്ഞു പുളഞ്ഞുള്ള തിളങ്ങുന്ന രേഖകൾ കാണാം. ഇവർ ഏതൊക്കെ വഴിയെ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് റൂട്ട് മാപ്പ് തന്നെയാണ് ഇത്. സ്നെയിൽ സ്ലൈം, സ്നെയിൽ മ്യൂസിൻ, സ്നെയിൽ സെറം, സ്നെയിൽ മ്യൂക്കസ് എന്നൊക്കെയാണ് ഒച്ചിന്റെ ശരീരത്തെ നനയ്ക്കുന്ന ഈ ദ്രാവകത്തിന്റെ പേരുകൾ. ഒച്ചുകളുടെ സഞ്ചാരത്തെ സഹായിക്കുക, വെയിൽ കൊണ്ട് ജലാംശം നഷ്ടപ്പെട്ട് ശരീരം വരണ്ടുണങ്ങി പോകുന്നതിൽ നിന്നും സംരക്ഷണം നൽകുക, ഇരപിടിയന്മാരുടെയും സൂക്ഷ്മജീവികളുടെയും ആക്രമണത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക, എവിടെയെങ്കിലുമൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുക. അങ്ങനെ സ്നെയിൽ മ്യൂസിൻ കൊണ്ട് ഒച്ചുകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ചില ഇരപിടിയന്മാർക്ക് ഈ മ്യൂസിന്റെ രുചി ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷികളെ പോലെയുള്ള ഇരപിടിയന്മാരുടെ കൊക്കിൽ നിന്നും ഗ്രിപ്പ് കിട്ടാതെ വഴുതിപ്പോകാൻ ഇത് സഹായിക്കാറുണ്ട്. പല തരത്തിലുള്ള പ്രോട്ടീനുകൾ, എൻസൈമുകൾ, ഹൈലൂറോണിക് ആസിഡ് പോലെയുള്ള ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കനുകൾ, മിനറൽസ് അഥവാ ധാതുക്കൾ, പോളിഫിനോളുകൾ എന്നിങ്ങനെ നിരവധി ഘടകങ്ങൾ സ്നെയിൽ സെറത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വിപണിയിൽ സ്നെയിൽ മ്യൂസിൻ അടങ്ങിയ ബോഡി ക്രീമുകളും മറ്റ് കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്തി വരണ്ടുപോകാതെ സഹായിക്കുന്ന മോയ്സ്ചറൈസറുകളുടെ നിർമ്മാണത്തിന് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നു. കൂടാതെ സ്നെയിൽ മ്യൂസിൻ സ്കിന്നിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുകയും ചർമ്മത്തെ സ്മൂത്താക്കി യുവത്വം നിലനിർത്തുകയും കോശങ്ങളുടെ വളർച്ചയ്ക്കും മുറിവുകൾ കരിയുന്നതിനും സഹായിക്കുകയും ചെയ്യുമത്രേ. പക്ഷേ വഴിയെ പോകുന്ന ഒച്ചിനെ പിടിച്ചെടുത്ത് ശരീരത്തിൽ തേച്ചുരച്ച് കളയാം എന്ന് കരുതിയാൽ അലർജി ഉൾപ്പെടെയുള്ള പണികൾ പുറകെ വരും. ഒക്ടോപ്പസ് അഥവാ നീരാളി പിടുത്തത്തിന്റെ ആളായ നീരാളി, കണവകൾ അഥവാ സ്ക്വിഡ്സ്, കക്കകൾ, ചിപ്പികൾ, കല്ലുമ്മേക്കായകൾ, ശംഖുകൾ, ആപ്പിൾ സ്നെയിലുകൾ, ഞവണിക്കകൾ, വിവിധതരം ഒച്ചുകൾ എന്നിങ്ങനെ ഒരു പടയ്ക്കുള്ള ആളുകളെ ഉൾക്കൊള്ളുന്ന ഫൈലമായ മൊളസ്കയിലെ അംഗങ്ങളാണ് ഒച്ചുകളും. അതായത് ചുരുക്കി പറഞ്ഞാൽ മൊളസ്കുകളുടെ സാമ്രാജ്യം കരയിലും കടലിലും അങ്ങനെ വിസ്തൃതിയിൽ നീണ്ടുകിടക്കുകയാണ്. മിക്കവാറും മൊളസ്കുകളുടെ ചോരയ്ക്ക് നീല നിറമാണ്. വെറുതെ ചേടാ അല്ലെന്നേ, കാര്യമായിട്ടാ പറയുന്നേ. ചുവന്ന രക്തമുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ഹീമോഗ്ലോബിന് പകരം ഇവരുടെ രക്തത്തിലുള്ളത് ഹീമോസയാനിൻ ആണ്. ഹീമോസയാനിൻ ഓക്സിജനുമായി ചേർന്ന് നീല നിറം കൈവരിക്കുന്നു. കുട്ടിക്കാലത്ത് 2 കൊമ്പുകളുമായി ഇഴഞ്ഞു വരുന്ന ഒച്ചിന്റെ പക്കൽ പോയി കൊമ്പിൽ തൊട്ട് നോക്കുകയും അത് ഉൾവലിയുന്നത് കണ്ട് സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ. രാവിലെ പറമ്പിൽ കൊണ്ടു കിട്ടിയ കാളയ്ക്ക് വൈകിട്ട് അഴിക്കാൻ ചെന്നപ്പോൾ കൊമ്പില്ല എന്ന് പറയുന്നത് പോലെയാണ് ഒച്ചിന്റെ കാര്യം. ശരിക്കും ആ കൊമ്പിന്റെ മുകളിൽ ഒച്ചിന്റെ കണ്ണാണ് ഉള്ളത്. ഒച്ചിന്റെ കണ്ണിൽ കുത്തി വേദനിപ്പിച്ച പാപമെല്ലാം നമ്മൾ എവിടെ കൊണ്ട് കളയുമോ എന്തോ. നമ്മളെയൊക്കെ പോലെ ഒച്ചുകൾക്കും 2 കണ്ണുകളേ ഉള്ളൂ. ചിലയിനം ഒച്ചുകൾക്ക് അവരുടെ കണ്ണുകൾ ഉൾപ്പെടുന്ന കൊമ്പ് മുറിഞ്ഞു പോയാലും പിന്നെയും വളർന്നു വരും. ഒച്ചുകൾക്ക് കണ്ണുകൾ ഉൾപ്പെടുന്ന കൊമ്പുകൾ അഥവാ ടെൻഡക്കിളുകൾക്ക് ഒപ്പം അതിന് താഴെയായി 2 ചെറിയ ടെൻഡക്കിളുകളും കൂടി ഉണ്ട്. ഇത് ഗന്ധം തിരിച്ചറിയുന്നതിനും മറ്റും അവരെ സഹായിക്കുന്നു. മനുഷ്യരുടെ കണ്ണുകൾ ക്യാമറ പോലെയുള്ള കണ്ണുകളാണ്. മൊളസ്ക് വിഭാഗത്തിൽപ്പെടുന്ന കോഞ്ച് സ്നെയിൽസ് അഥവാ ശംഖുകളെയും സ്ക്വിഡുകളെയും പോലെയുള്ള ജീവികൾക്കും ചിലയിനം ഒച്ചുകൾക്കും എല്ലാം ഇത്തരം ക്യാമറ ടൈപ്പ് കണ്ണുകളുണ്ട്. ഒരു ക്യാമറ പ്രവർത്തിക്കുന്നത് പോലെ ലെൻസ് വഴി പ്രകാശത്തെ റെറ്റിന പോലെയുള്ള ഒരിടത്തേക്ക് ഫോക്കസ് ചെയ്താണ് ഇത്തരം കണ്ണുകൾ പ്രവർത്തിക്കുന്നത്. അനിമൽ കിങ്ഡത്തിൽ തന്നെ ഏറ്റവും വലിയ കണ്ണുകളുള്ളത് ചിലയിനം സ്ക്വിഡ്സ് അഥവാ കണവകൾക്കാണ്. കൃത്യമായി പറഞ്ഞാൽ ജയന്റ് സ്ക്വിഡുകൾക്കും കൊളോസൽ ഡീപ് സീ സ്ക്വിഡുകൾക്കുമാണ്. ഒച്ചുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് അവരുടെ വേഗത കുറവും അതോടൊപ്പം തോട് അഥവാ ഷെല്ലുമാണ്. എല്ലാത്തരം ഒച്ചുകൾക്കും ഷെല്ലുണ്ടാവാറില്ല. ഷെല്ലുകളില്ലാത്ത ഒച്ചുകളെ സ്ലഗ്സ് എന്നാണ് വിളിക്കുന്നത്. ഒച്ചുകളുടെയും ശംഖുകളുടെയും എല്ലാം തോട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് പ്രധാനമായും കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ്. ഇതിൽ പലതരത്തിലുള്ള പുള്ളികളും വരകളും ഡിസൈനുകളുമൊക്കെ ഉണ്ടാകും. ഒരു വ്യക്തി അയാൾ ഇടം കയ്യനാണെങ്കിലും വലം കയ്യനാണെങ്കിലും ജീവിതത്തിൽ കാര്യമായ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവാനുള്ളത്. പക്ഷേ ഒച്ചുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒച്ചുകളുടെ ഷെല്ലുകൾ കണ്ടിട്ടില്ലേ? ചില ഒച്ചുകളുടെ ഷെല്ലുകൾ വലത്തോട്ടായിരിക്കും പിരിഞ്ഞിരിക്കുക, ചിലരുടേത് ഇടത്തോട്ടും. ഇത്തരത്തിൽ വലം പിരിയൻ തോടുകളുള്ള ഒച്ചുകളെ ഡെക്സ്ട്രൽ സ്നെയിൽസ് എന്നും ഇടം പിരിയൻ തോടുകളുള്ള ഒച്ചുകളെ സിനിസ്ട്രൽ സ്നെയിൽസ് എന്നും ആണ് വിളിക്കുന്നത്. ഡെക്സ്ട്രൽ വിഭാഗത്തിൽപ്പെടുന്ന സ്നെയിലുകൾ പൊതുവെ അതേ വിഭാഗത്തിൽപ്പെടുന്ന ഒച്ചുകളുമായി തന്നെയാണ് ഇണചേരാറുള്ളത്. ഇതുപോലെ സിനിസ്ട്രൽ വിഭാഗത്തിൽപ്പെടുന്ന ഒച്ചുകളാകട്ടെ സിനിസ്ട്രൽ വിഭാഗത്തിൽ തന്നെ പെടുന്ന ഒച്ചുകളുമായി ഇണചേരുന്നു. ഇത്തരത്തിൽ തോടുകൾ വലത്തോട്ടും ഇടത്തോട്ടുമൊക്കെ പിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒച്ചുകളുടെ ശരീരത്തിനുള്ളിലുള്ള അവയവങ്ങൾ എല്ലാം കൂടിക്കുഴഞ്ഞു കിടക്കുകയാണ്.
ഒച്ചുകളുടെ മലദ്വാരമാകട്ടെ അവരുടെ തലയ്ക്ക് മുകളിലാണ് ഉള്ളത്. വലം പിരിയൻ, ഇടം പിരിയൻ ഒച്ചുകളിൽ അവരുടെ ലൈംഗിക അവയവങ്ങളുടെ സ്ഥാനം വ്യത്യസ്തമായിരിക്കും. ഒച്ചുകളെ കഴിക്കുന്ന ചില പ്രത്യേക പാമ്പിനങ്ങളുണ്ട്. ഇത്തരം ചില പാമ്പിനങ്ങൾക്ക് വലം പിരിയൻ ഒച്ചുകളെ മാത്രമേ കഴിക്കാൻ സാധിക്കൂ. എന്നാൽ മറ്റു ചില പാമ്പിനങ്ങൾക്കാകട്ടെ ഇടം പിരിയൻ ഒച്ചുകളെ മാത്രമേ കഴിക്കാൻ സാധിക്കൂ. കാരണം തോടുകൾക്കുള്ളിൽ തലയിട്ട് വേണമല്ലോ ഒച്ചുകളെ ശാപ്പിടാൻ. ഇത്തരത്തിൽ ഇടം പിരിയൻ ഒച്ചുകളുടെ തോടിനുള്ളിൽ തലയിട്ട് അവരെ ശാപ്പിടുന്ന പാമ്പുകൾക്ക് വലം പിരിയൻ ഒച്ചുകളെ ശാപ്പിടാൻ സാധിക്കില്ല. അതുപോലെ തന്നെ തിരിച്ചു. ചില ഇനത്തിൽപ്പെട്ട ഒച്ചുകളുടെ തോടിന്റെ തിരിവ് തീരുമാനിക്കുന്നത് അവരുടെ അമ്മയാണ്. അതായത് ഒരു വലം പിരിയൻ അമ്മയ്ക്കുണ്ടാകുന്ന മക്കളൊക്കെ വലം പിരിയൻ ആയിരിക്കും. അതുപോലെ ഒരു ഇടം പിരിയൻ അമ്മയ്ക്കുണ്ടാകുന്ന മക്കളൊക്കെ ഇടം പിരിയനും ആയിരിക്കും. ഇതിനെ ജെനറ്റിക് മെറ്റേണൽ എഫക്റ്റ് എന്നാണ് വിളിക്കുക. ജയന്റ് ആഫ്രിക്കൻ സ്നെയിൽസ് എന്നറിയപ്പെടുന്ന പൊതുവെ മഴക്കാലത്ത് സജീവമാകുന്ന ആഫ്രിക്കൻ ഒച്ചുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കരയിലെ ഒച്ചിനം. അക്കാന്റിനിഡെ എന്നാണ് ഇക്കൂട്ടരുടെ കുടുംബ പേര്. ആഫ്രിക്കയാണ് ഇവരുടെ ജന്മസ്ഥലം. മറ്റുള്ള ഒച്ചുകളെ വെച്ച് നോക്കുമ്പോൾ വമ്പൻ കാലും ശംഖു പോലെയുള്ള ഷെല്ലുമൊക്കെയുള്ള ഗ്യാസ്ട്രോപോഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒച്ചാണ് ഇവൻ. വ്യത്യസ്ത പരിസ്ഥിതികളിൽ ജീവിക്കാൻ കഴിവുള്ളവരാണ് ഇവർ. എങ്കിലും അധികം വരണ്ട സാഹചര്യത്തെയും കൂടിയ തണുപ്പുള്ള സാഹചര്യത്തെയും ഇവർക്ക് അതിജീവിക്കാനാവില്ല. ശല്യം സഹിക്കവയ്യാതെ ഉപ്പ് വിതറിയിട്ട് എത്ര ആഫ്രിക്കൻ ഒച്ചുകളെ നമ്മൾ കൊന്നിട്ടുണ്ട്. അക്കാന്റിനിഡെ കുടുംബത്തിലെ ഒരു ഭീമൻ ആഫ്രിക്കൻ ഒച്ചാണ് അക്കാന്റിന ഫൂളിക്ക. ദ ജയന്റ് ആഫ്രിക്കൻ സ്നെയിൽ എന്ന് ഇവരെ വിളിക്കുന്നു. മുതിർന്ന ഇത്തരമൊരു ഒച്ചിന്റെ തോടിന് പരമാവധി 8 സെന്റിമീറ്ററോളം നീളം ഉണ്ടാകും. അക്കാന്റിന ഇമാക്കുലേറ്റ എന്ന ഇനം ഭീമൻ ആഫ്രിക്കൻ ഒച്ചിന്റെ തോടിനാകട്ടെ പരമാവധി 14 സെന്റിമീറ്റർ വരെ നീളം വയ്ക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും ശല്യക്കാരായ 100 ഇൻവാസീവ് അഥവാ അധിനിവേശ ജീവികളുടെ ലിസ്റ്റ് എടുത്താൽ അതിലുണ്ടാവും ആഫ്രിക്കൻ ഒച്ചുകൾ. വളരെ കുറച്ച് സമയം കൊണ്ടുതന്നെ മുട്ടയിട്ട് പെരുകാൻ ഇത്തരം ഒച്ചുകൾക്ക് ആകും. ഒട്ടുമിക്ക ഒച്ചുകളും ഹെർമാഫ്രൊഡൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്താണ് ഹെർമാഫ്രൊഡൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്തരം ജീവികൾ ഒരേ സമയം ആണുമാണ്, ഒപ്പം പെണ്ണുമാണ്. ഇവർക്ക് ഒരു ഇണയുടെ ആവശ്യമില്ല. തൻ്റെ ആൺ ലൈംഗിക അവയവങ്ങൾ ഉപയോഗിച്ച് ബീജം ഉൽപ്പാദിപ്പിച്ച് തൻ്റെ തന്നെ പെൺ ലൈംഗിക അവയവത്തിനുള്ളിലുള്ള അണ്ഡങ്ങളുമായി ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ നടത്തിയാണ് ഇവർ പുതുതലമുറയ്ക്ക് ജന്മം നൽകുന്നത്. ഇതുകൊണ്ട് തന്നെ വേഗം പെറ്റുപെരുകാൻ ഇവർക്ക് പറ്റുന്നു. ഒറ്റയടിക്ക് 100 മുതൽ 500 മുട്ടകൾ വരെ ഇടുന്നവരാണ് ഇത്തരം ഒച്ചുകൾ. ആമസോൺ നദിയിൽ ജീവിക്കുന്ന ശുദ്ധജല ഒച്ചിനമായ പൊമാസിയ കനാലിക്കുലേറ്റ എന്ന ഗോൾഡൻ ആപ്പിൾ സ്നെയിലുകൾക്ക് ഇത്തരത്തിൽ 50 മുതൽ 800 വരെ മുട്ടകൾ ഇടാനാകും. ഇവരുടെ ജീവിതകാലത്തിൽ ഏകദേശം 13,764ഓളം മുട്ടകൾ ഇടാറുണ്ട്. അക്കാന്റിനിഡെ കുടുംബത്തിൽ ഇനിയുമുണ്ട് വമ്പന്മാർ. ഈ കുടുംബത്തിലെ തന്നെ മറ്റൊരു വമ്പനാണ് അക്കാന്റിന. ഇവർക്ക് തല മുതൽ വാലറ്റം വരെ 40 സെന്റിമീറ്ററോളം നീളമുണ്ടാകും. ഒപ്പം 900 ഗ്രാമോളം ഭാരവും വയ്ക്കാറുണ്ട്. ഷെല്ലിന്റെ നീളമാകട്ടെ 27 സെന്റിമീറ്ററോളം വരും. ഇത്തരത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ കൂട്ടത്തിൽ ശരീര വലുപ്പത്തിന് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ മുതലുകളും ഉണ്ട്. ഗ്യാസ്ട്രോപോഡ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വമ്പൻ കടൽ ശംഖാണ് സിറിങ്സ് എരുവാനസ്. ഓസ്ട്രേലിയയിലും പപ്പുവ ന്യൂഗിനിയയിലും കണ്ടുവരുന്ന ഒരിനം ശംഖാണ് ഇത്. ഓസ്ട്രേലിയൻ ട്രംപറ്റ് എന്നാണ് ഇവരുടെ വിളിപ്പേര്. ട്രംപറ്റ് എന്ന സംഗീത ഉപകരണത്തിനോട് സമാനമായ രൂപമുള്ള തോടുള്ളതുകൊണ്ടാണ് ഈ പേര് ഇവർക്ക് കിട്ടിയത്. 10 സെന്റിമീറ്റർ മുതൽ 92 സെന്റിമീറ്റർ വരെ നീളവും 5 കിലോയ്ക്കടുത്ത് ഭാരവും വെക്കാറുണ്ട് ഇവർക്ക്. ലോകത്തിലെ തന്നെ വലിയ ഒച്ചുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോ കുഞ്ഞന്മാർ ആരൊക്കെയാണ്? തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കണ്ടുവരുന്ന ഒരിനം ഒച്ച് ജനുസാണ് എംഗസ്റ്റോപൈല. ലോകത്തിലെ ഏറ്റവും ചെറിയ കരയൊച്ചുകൾ ഉള്ളത് ഈ ജീനസിന്റെ കീഴിലാണ്. ഇവർ ഉൾപ്പെട്ടിരിക്കുന്നത് ഗ്യാസ്ട്രോകോപ്റ്റിഡെ എന്ന ഫാമിലിയിലാണ്. ഇവരുടെ ഉപകുടുംബമാകട്ടെ ഹിപ്സലോസ്റ്റൊമാറ്റിനെയാണ്. വലുപ്പത്തിൽ ഇത്തിരി കുഞ്ഞന്മാരായ മൈക്രോ സ്നെയിൽസ് ഉൾപ്പെടുന്ന ഉപകുടുംബമാണ് ഇത്. ഈ ഉപകുടുംബത്തിൽപ്പെടുന്ന ഒച്ചുകളുടെ ഷെല്ലിന് 5 മില്ലിമീറ്ററോളം മാത്രമേ വലുപ്പമുണ്ടാകാറുള്ളൂ. തെക്ക് കിഴക്കൻ ഏഷ്യ, ചൈന, ഓസ്ട്രേലിയ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഇക്കൂട്ടർ കാണപ്പെടുന്നത്. ഈ ഇത്തിരി കുഞ്ഞൻ ഒച്ചു കുടുംബത്തിലെ അംഗങ്ങളായ 2 ഒച്ചുകളാണ് അംഗസ്റ്റോപൈല കോപ്രോലോഗസ്, അതുപോലെ തന്നെ അംഗസ്റ്റോപൈല സാമിയൻ. ഇതിൽ അംഗസ്റ്റോപൈല സാമിയണിന്റെ തോടിനാകട്ടെ 0.6 മുതൽ 0.68 മില്ലിമീറ്റർ മാത്രമേ വലുപ്പമുള്ളൂ. ഷെല്ലിന്റെ ഉയരമാകട്ടെ 0.46 മുതൽ 0.57 മില്ലിമീറ്റർ മാത്രം. സൂചിക്കുഴയിൽ ഇരിക്കാൻ മാത്രം വലുപ്പമുള്ള ഒരൊച്ചാണ് ഇത്. ശരിക്കും ഇത്തിരി കുഞ്ഞന്മാർ തന്നെയാണ് ഇവർ അല്ലേ? മിന്നാമിനുങ്ങ് ലാർവകളുടെയും ബൈപ്പാലിയം അഥവാ ചുറ്റികത്തലയൻ ചെവിപ്പാമ്പുകളുടെയും പക്ഷികളുടെയും ചിലയിനം വണ്ടുകളുടെയും തവളകളുടെയും ഉരകങ്ങളുടെയും എലികളുടെയും ഇരയാകാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ജീവിയാണ് നമ്മുടെ പാവം ഒച്ചുകുട്ടൻ.
ഇതൊന്നും പോരാഞ്ഞ് സ്വന്തം ഇനത്തിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ ഒച്ചുകളെ തിന്നുന്ന ഒച്ചുഭോജികളായ കാനിബലിസ്റ്റിക് ഒച്ചുകളും ഉണ്ട്. മനുഷ്യരും ഒച്ചുകളെ തിന്നാറുണ്ട്. ഫാറ്റ് കുറഞ്ഞ പ്രോട്ടീൻ സമ്പുഷ്ടമായ ഇറച്ചിയാണ് ഒച്ചിൻ്റേത്. ചെറുതും വലുതുമായ സസ്യങ്ങളെയും ആൽഗകളെയും ഫംഗസുകളെയും ഇവർ ഭക്ഷിക്കാറുണ്ട്. തരം കിട്ടിയാൽ ഇവർ മാംസവും ഭക്ഷിക്കും. ഓരോ സ്പീഷീസുകൾക്കനുസരിച്ചാണ് ഇവരുടെ ആഹാരശീലവും മാറുക. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ ഉണ്ടാവുക. റാഡുല എന്ന് വിളിക്കുന്ന നിരകളായി കാണപ്പെടുന്ന കൊച്ചരിപ്പല്ലുകൾ ഉപയോഗിച്ചാണ് പൊതുവെ ഒച്ചുകൾ ആഹാരത്തെ കടിച്ചു മുറിച്ച് കഴിക്കുന്നത്. കൈറ്റിൻ തന്മാത്രയാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. അതെ, മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ഒച്ചുകളുടെ ആയുസ് എത്രയാണ്? ഏതാനും മാസങ്ങൾ മുതൽ വർഷങ്ങളോളം ജീവിച്ചിരിക്കുന്ന ഒച്ചുകൾ ലോകത്തുണ്ട്. പ്ലാക്കോസ്റ്റൈലസ് ഹോങ്കി എന്ന ഒച്ചിനം ഏകദേശം 10 വർഷത്തോളം ജീവിച്ചിരിക്കും. ചില ഒച്ചുകളാകട്ടെ 19 വർഷത്തോളം ജീവിച്ചിരിക്കും. മെഗാലോബുളിമസ് എന്ന ജനുസിൽപ്പെടുന്ന വമ്പൻ ഒച്ചിനങ്ങൾ 30 മുതൽ 88 വയസ്സുവരെ ജീവിച്ചിരിക്കുമത്രേ. ഒരൽപ്പം പതിയെ ഇഴഞ്ഞ് സഞ്ചരിച്ചാലും ആയുസിന്റെ കാര്യത്തിൽ ഒച്ചുകൾ ഒട്ടും പിറകോട്ടല്ല എന്ന് മനസ്സിലായല്ലോ. ആഫ്രിക്കൻ ഒച്ചുകളെ പോലെയുള്ള ഒച്ചുകൾ വിളകൾക്കുണ്ടാക്കുന്ന നാശം ചെറുതല്ല. കൂടാതെ ചില ഇനത്തിൽപ്പെട്ട ഒച്ചുകൾ രോഗങ്ങൾ പരത്താറുണ്ട്. ചിലരാകട്ടെ പാരസൈറ്റ്സ് അഥവാ പരാദജീവികളെ കൊണ്ടു നടന്ന് എല്ലായിടത്തും വിതരണം ചെയ്യുന്നു. ഒച്ചുകളുടെ മാംസത്തിൽ വിവിധ തരത്തിലുള്ള ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്ന് മുൻപ് പറഞ്ഞല്ലോ. ചില ഒച്ചുകളുടെ ശരീരത്തിൽ ലെഡ്, കാഡ്മിയം പോലെയുള്ള ഹെവി മെറ്റലുകളുടെ അളവ് വളരെ കൂടുതലായിരിക്കും. ഇവയെ ഭക്ഷിക്കുന്നത് വഴി ഇത്തരം ഹെവി മെറ്റലുകൾ മനുഷ്യരുടെ ശരീരത്തിലുമെത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. കോൺ സ്നെയിൽസ് എന്ന് വിളിക്കുന്ന ഒരു തരം കടൽ ഒച്ചുകളുണ്ട്. ഇവർക്ക് വിഷമുണ്ട്. ഈ വിഷം ഉപയോഗിച്ചാണ് ഇവർ ഇരപിടിക്കുന്നത്. ഒച്ചുകളെയും ബുദ്ധനെയും ബന്ധപ്പെടുത്തി ഒരു കഥയുണ്ട്. ഒരിക്കൽ ശ്രീബുദ്ധൻ എല്ലാം മറന്നുകൊണ്ട് ധ്യാന നിമഗ്നനായി ഇരിക്കുകയായിരുന്നു. കൊടും ചൂടുള്ള സമയമാണ്. പെട്ടുപോകുന്ന എന്തും ഉരുകി ഒലിച്ചു പോകുന്ന ചൂട്. ഇതൊന്നും വകവയ്ക്കാതെയുള്ള ധ്യാനത്തിലാണ് അദ്ദേഹം. ഈ അവസരത്തിൽ ബുദ്ധന്റെ അരികിലേക്ക് ഏകദേശം 108 ഒച്ചുകൾ ഇഴഞ്ഞെത്തി. അവരെല്ലാം കൂടി ഇഴഞ്ഞ് ബുദ്ധന്റെ തലയിൽ കയറി ഇരിപ്പുറപ്പിച്ചു. അങ്ങനെ കൊടും ചൂടിൽ നിന്നും അദ്ദേഹത്തിന്റെ തലയെ പൊതിഞ്ഞ് സംരക്ഷിച്ചു. ബുദ്ധന്റെ പല ചിത്രങ്ങളിലും അദ്ദേഹത്തിന്റെ തലയിൽ ചുരുണ്ട മുടി പോലെ കാണുന്നത് ശരിക്കും ഒച്ചുകളാണത്രേ. ഇതാണ് കഥ. ചെറിയൊരു ദൂരം താണ്ടാൻ പോലും ഒച്ചുകൾ എടുക്കുന്ന സമയം അത് വളരെ വലുതാണ്, അല്ലേ? അതുപോലെ തന്നെയാണ് ഒച്ചുകളെക്കുറിച്ചുള്ള വിശേഷങ്ങളും. പറഞ്ഞാലും തീരാതെ അതിങ്ങനെ കിടക്കും.